ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബിസിനസ് റെഗുലേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. ബിസിനസ് റെഗുലേഷൻ ഒരു തിയറി പേപ്പറാണ്. തേർഡ് സെമിസ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചാണ്, ലോസിനെ കുറിച്ചാണ്, റെഗുലേഷൻസിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ 2016 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുവാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ് റെഗുലേഷനുമായി ബന്ധപ്പെട്ട് 2016 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ ആൻ ഓഫർ? ഒരു ഓഫർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? An offer is a sign of their willingness to agree on certain terms from one person to another. If there is an express or implied agreement, a contract will then be formed. A contract is said to come into being when the acceptance and offer has been sold to the offerer by the offering. ഓഫർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ദ ഓഫർ മസ്റ്റ് മൂവ് ഫ്രം ദി ഓഫറർ. ഒരു ഓഫർ ആരിൽ നിന്നുമാണ് മൂവ് ചെയ്യേണ്ടത്? ഓഫറിൽ നിന്നാണ്. ആർക്കാണ് മൂവ് ചെയ്യേണ്ടത്? ഓഫറിക്കാണ്. സോ ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ എന്ന് പറയുന്നത് എന്താണ്? ഓഫറിൽ നിന്നും മൂവ് ചെയ്യുന്ന ഒന്നാണ്. സെക്കൻഡ് വൺ, ഹൗ ഡസ് ആൻ എഗ്രിമെൻറ്റ് ബിക്കംസ് എ കോൺട്രാക്റ്റ്? എങ്ങനെയാണ് ഒരു ഉടമ്പടി അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് ഒരു കോൺട്രാക്റ്റായിട്ട് രൂപാന്തരപ്പെടുന്നത്? ആൻ എഗ്രിമെൻറ്റ് ബിക്കംസ് എ കോൺട്രാക്റ്റ് വെൻ ഇറ്റ് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ. നിയമം മൂലം നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ഉടമ്പടിയാണെങ്കിൽ അത് കോൺട്രാക്റ്റായിട്ട് മാറും. ഒരു ഉടമ്പടി നിയമം മൂലം നടപ്പിലാക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് കോൺട്രാക്റ്റായിട്ട് മാറും. ആൻ എഗ്രിമെൻറ്റ് ഈസ് എ കോൺട്രാക്ട് വെൻ ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ സം കൺസിഡറേഷൻ ബിറ്റ്വീൻ കോമ്പീറ്റൻറ്റ് പാർട്ടീസ് വിത്ത് ദെയർ ഫ്രീ കൺസെൻറ്റ് ആൻഡ് ഫോർ എ ലോഫുൾ ഒബ്ജക്റ്റ്. ഒരു കോൺട്രാക്റ്റിനുണ്ടായിരിക്കേണ്ട എല്ലാ എസെൻഷ്യൽ എലമെൻസും ഒരു എഗ്രിമെൻറ്റിനുണ്ട് എങ്കിൽ ആ എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റായിട്ട് മാറും എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ഹു ഈസ് ആൻ ഇൻഡംനിഫയർ? Indemnifier and indemnified. These are the two persons involved in contract of insurance. കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട രണ്ട് പാർട്ടീസാണ് ഇത്, ഇൻഡംനിഫയറും ഇൻഡംനിഫൈഡ്, ഈ രണ്ടാളുകൾ. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഹു ഈസ് ആൻ ഇൻഡംനിഫയർ എന്നാണ്. ഇൻഡംനിഫയർ എന്നാൽ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദി ഡെഫിനിഷൻ ഓഫ് ആൻ ഇൻഡംനിഫയർ ഈസ് someone or something that protect against or compensate for the loss or damage. ഒരു ലോസിനോ ഒരു ഡാമേജിനോ എന്ത് ചെയ്യുന്നു? കോമ്പൻസേറ്റ് ചെയ്യുന്ന, അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഏതൊരാളെയും നമുക്ക് എന്ത് പറയാം? ഇൻഡംനിഫയർ എന്ന് പറയാം. ഒരു ഇൻഷുറൻസ് പോളിസി നമ്മളൊരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇൻഷുറൻസ് കമ്പനി ഈസ് ദ ഇൻഡംനിഫയർ. ആ ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും എന്ത്? ഇൻഡംനിഫയർ ആയിട്ട് ഉണ്ടാവുക. അതേസമയം ഇൻഡംനിഫൈഡ് എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു കസ്റ്റമർ, ആ പോളിസി ഹോൾഡർ ആയിരിക്കും, ആ പോളിസി വാങ്ങിയിട്ടുള്ള ആളായിരിക്കും ഇൻഡംനിഫൈഡ് എന്ന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, ഹു ഈസ് ആൻ അൺപെയ്ഡ് സെല്ലർ? അൺപെയ്ഡ് സെല്ലർ എന്നാൽ ആരാണ്? വെൻ ദ വോൾ ഓഫ് ദി പ്രൈസ് ഹാസ് നോട്ട് ബീൻ പെയ്ഡ് ഓർ ടെൻഡേർഡ്. വെൻ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ അതർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഹാസ് ബീൻ റിസീവ്ഡ് ആസ് കണ്ടീഷണൽ പേയ്മെൻറ്റ് ആൻഡ് ദ കണ്ടീഷൻ ഓൺ വിച്ച് ഇറ്റ് വാസ് റിസീവ്ഡ് ഹാസ് നോട്ട് been fulfilled by reason of the dishonor of the instrument or otherwise. ഒരു പ്രോഡക്റ്റ് വിറ്റതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുഴുവൻ പണവും അടച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് കൊടുത്തുകൊണ്ടാണ് ഒരു ഇതിനെ പർച്ചേസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഡിഷോണറായി പോവുകയാണെങ്കിൽ ഒക്കെ എന്ത് ചെയ്യുന്നു? അവിടെ ആ സെല്ലറെ അൺപെയ്ഡ് സെല്ലർ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അടുത്താണ്, വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് എ ബയർ? ഒരു ബയറുടെ റൈറ്റ് എന്തൊക്കെയാണ്? ഒരു ബയർക്കുള്ള റൈറ്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ടു ഹാവ് ഡെലിവർ ദി ഗുഡ്സ് ആസ് പെർ ദി കോൺട്രാക്റ്റ്. കരാർ പ്രകാരം സാധനങ്ങൾ ഡെലിവർ ചെയ്ത് കിട്ടുവാനുള്ള അവകാശം ആർക്കുണ്ട്? ബയർക്കുണ്ട്. ടു റിജക്ട് ദ ഗുഡ്സ് നോട്ട് ആസ് പെർ ദി ഡിസ്ക്രിപ്ഷൻ. ആ ഡിസ്ക്രിപ്ഷൻ പ്രകാരമല്ല പ്രൊഡക്റ്റ് എങ്കിൽ പ്രൊഡക്റ്റിനെ റിജക്റ്റ് ചെയ്യുവാനുള്ള അവകാശം ബയർക്കുണ്ട്. ബയർ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് അല്ല കിട്ടിയത് എങ്കിൽ പ്രോഡക്റ്റിനെ റിജക്റ്റ് ചെയ്യുവാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ബയർക്കുണ്ട്. ടു റിപ്യൂഡിയേറ്റ് കോൺട്രാക്ട് വെൻ ദ ഗുഡ്സ് ആർ ഡെലിവേർഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്.
ഇൻസ്റ്റാൾമെൻറ്റിലാണ് ഒരു പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യുന്നത് എങ്കിൽ ആ കോൺട്രാക്റ്റിനെ ഡിപ്യൂഡിയേറ്റ് ചെയ്യുവാൻ, ക്യാൻസൽ ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു, ഒരു റൈറ്റ് ഉണ്ട് ബയർക്ക്. അതുപോലെ ടു ബി ഇൻഫോംഡ് ബൈ സെല്ലർ വെൻ ദ ഗുഡ്സ് ആർ സെൻഡ് ബൈ സീ റൂട്ട്. എന്ത് ചെയ്യണം, സീ റൂട്ടിലൂടെയാണ് ഇത് സെൻഡ് ചെയ്യേണ്ടതെങ്കിൽ അതിൻ്റെ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള റൈറ്റ് ഉണ്ട്. അടുത്താണ് ഹൂ ഇസ് എ ഷുവർട്ടി. ഷുവർട്ടി ഇൻവോൾവ്ഡ് ഇൻ ദി കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി. കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്ന സ്പെഷ്യൽ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടിയാണ് ആര്, ഈ പറയുന്ന ഷുവർട്ടി എന്നുള്ളത്. ഇൻ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ദർ ആർ 3 പാർട്ടീസ് ഇൻവോൾവ്ഡ്. 3 ആളുകളാണ് എന്ത് ചെയ്യുന്നത് ഈ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിലുള്ളത്. പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ക്രെഡിറ്റർ, ഷുവർട്ടി, ഈ 3 ആളുകളാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഷുവർട്ടി എന്നാൽ ആരാണ് എന്നാണ്. ഷുവർട്ടി ഈസ് എ പാർട്ട് ഓഫ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി. കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട ഒരാളാണ് ആര്, ഷുവർട്ടി എന്നുള്ളത്. എ ഷുവർട്ടി ഈസ് ആൻ ഓർഗനൈസേഷൻ ഓർ പേഴ്സൺ ദാറ്റ് അസ്യൂംസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് പേയിങ് ദ ഡെപ്റ്റ് in case the debtor policy defaults or is unable to make their payments. ഒരു ഡെപ്റ്റർ ഒരു ക്രെഡിറ്ററിൽ നിന്നും എന്ത് ചെയ്യുന്നു, പണം കടം വാങ്ങിയിരിക്കുന്നു. സോ ഡെപ്റ്റർ എന്ത് ചെയ്യണം, പണം കടം കൊടുക്കുന്നതിന് ഗ്യാരണ്ടി നിൽക്കുന്ന ആളാണ് ആര്, ഷുവർട്ടി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അയാളെ ഗ്യാരണ്ടർ എന്നും വിളിക്കുന്നുണ്ട്. അടുത്ത ചോദ്യമാണ് വാട്ട് ഈസ് മെൻ ബൈ വോയിഡ് എഗ്രിമെൻറ്റ്. വോയിഡ് എഗ്രിമെൻറ്റ് എന്നാൽ എന്താണ്? എ കോൺട്രാക്റ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. നിയമം മൂലം നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു എഗ്രിമെൻ്റാണ് ഇത് കോൺട്രാക്റ്റ്. എ വോയിഡ് എഗ്രിമെൻറ്റ് ഈസ് വൺ വിച്ച് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ബൈ ലോ. വോയിഡ് എഗ്രിമെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇത് നിയമത്താൽ നടപ്പിലാക്കാൻ സാധിക്കാത്തതാണ്. വിച്ച് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ബൈ ലോ. അടുത്ത ചോദ്യം വാട്ട് ഡു യു മീൻ ബൈ കൺസ്യൂമർ കോർട്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റാണ് കൺസ്യൂമർ കോർട്ട് എന്നുള്ളത്. കൺസ്യൂമർ കോർട്ട്സ് വെർ എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഏജൻസീസ്. ഉപഭോക്തൃ പ്രശ്ന പരിഹാര സംവിധാനം എന്നുള്ള രീതിയിലാണ് കൺസ്യൂമർ കോർട്ട് അഥവാ ഉപഭോക്തൃ കോടതി എന്ന് പറയുന്ന കോടതി സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, കൺസ്യൂമേഴ്സിൻ്റെ ഡിസ്പ്യൂട്ട്സ്, കോൺഫ്ലിക്ട്സ്, ഗ്രീവൻസസിനൊക്കെ എന്ത് ചെയ്യുന്നു, പരിഹാരം കാണുവാൻ സാധിക്കുന്നു. അടുത്തതാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. കരാർ ലംഘനം എന്നാൽ എന്താണ് എന്നുള്ളത്. ഈച്ച് ഓഫ് ദി പാർട്ടീസ് ഇൻവോൾവ്ഡ് ഇൻ എ കോൺട്രാക്ട്, ബോത്ത് ദ പാർട്ടീസ്, ഓഫറർ ആൻഡ് ഓഫറി, പ്രോമിസർ ആൻഡ് പ്രോമിസി, അല്ലേ? ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട 2 ആളുകൾ, പ്രോമിസറും പ്രോമിസിയും, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ഏതൊരാളുകളും എന്ത് ചെയ്യേണ്ടതുണ്ട്, സെർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻ അല്ലെങ്കിൽ സെർട്ടൻ ഒബ്ലിഗേഷൻസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ചില കടമകൾ, ചില ഉത്തരവാദിത്തങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതിലെന്ത് ചെയ്യുന്നു, എന്തെങ്കിലും വീഴ്ച സംഭവിക്കുകയാണെങ്കിൽ അപ്പോഴാണ് എന്ത് ചെയ്യുക, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, കരാർ ലംഘനം എന്ന് പറയുന്ന കാര്യം അവിടെ ഉണ്ടാകുന്നത്. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ക്യാൻ ബി ഹാപ്പൻ ഇൻ ബോത്ത് റിട്ടൺ ഓർ ഓറൽ. വാക്കാലെയോ എഴുത്ത് രൂപത്തിലോ എന്ത് ചെയ്യുക, കരാർ ലംഘനം നടക്കുവാൻ സാധ്യതയുണ്ട്. ദ പാർട്ടീസ് ഇൻവോൾവ്ഡ് ഇൻ എ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് മേ റിസോൾവ് ദ ഇഷ്യൂ എമംഗ് ദംസെൽവ്സ് ഓർ ഇൻ ദി കോർട്ട് ഓഫ് ലോ. അടുത്ത ചോദ്യമാണ് ക്വാസി കോൺട്രാക്ട്. ക്വാസി കോൺട്രാക്ട് സിംപ്ലി കോൾഡ് ആസ് ദി കോൺട്രാക്ട് ക്രിയേറ്റഡ് ബൈ ലോ. നിയമത്താൽ ഉണ്ടാകുന്ന കോൺട്രാക്റ്റാണ് ഇത് ക്വാസി കോൺട്രാക്റ്റ് എന്ന് അറിയപ്പെടുന്നത്. എ ക്വാസി കോൺട്രാക്ട് ഈസ് എ retroactive arrangement between 2 parties who have no previous obligation to one another. It is created by a judge to correct a circumstance in which one party acquires something at the expenses of the another. Next one, what is indemnity? Indemnity എന്നാൽ എന്താണ് എന്ന ചോദ്യം. Indemnity is a term related with the contract of insurance. കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് ഇൻഡെംനിറ്റി എന്നുള്ളത്. ഇൻഡെംനിറ്റി ഈസ് എ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ഓഫ് വൺ പാർട്ടി ടു കോമ്പൻസേറ്റ് ദി ലോസ് ഇൻക്വേർഡ് ടു അതർ പാർട്ടി ഡ്യൂ ടു ദ ആക്ട്സ് ഓഫ് ദി ഇൻഡെംനിഫയർ ഓർ എനി അതർ പാർട്ടി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺട്രാക്റ്റ് ഓഫ് ലോയിൽ പറയുന്നു ഇൻഡെംനിറ്റി എന്ന് വെച്ചാൽ എന്താണ്, കോമ്പൻസേറ്റിംഗ് ദി ലോസ് എന്നുള്ളതാണ്. നഷ്ടപരിഹാരം, നഷ്ടപ്പെട്ട സാധനത്തിന് പകരമായിട്ട് എന്ത് ചെയ്യുക, എന്തെങ്കിലും നൽകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇൻഡെംനിറ്റി, കോമ്പൻസേഷൻ ഓഫ് ദി ലോസ്. അടുത്ത ചോദ്യമാണ് വാട്ട് ഈസ് എ ഗ്യാരണ്ടി. ഗ്യാരണ്ടി എന്നാൽ എന്താണ്? ഇൻ ദി ഐസ് ഓഫ് ലോ, ഇൻ ദി കോൺട്രാക്ട് ലോയിൽ പറയുന്നത് എന്താണ്, എ ഗ്യാരണ്ടി ഈസ് എ കോൺട്രാക്ച്വൽ പ്രോമിസ് ടു എൻഷുർ ദാറ്റ് ദ തേർഡ് പാർട്ടി ഫുൾഫിൽസ് ഇറ്റ്സ് ഒബ്ലിഗേഷൻസ്, പേ ആൻ എമൗണ്ട് ഓവ്ഡ് ബൈ എ തേർഡ് പാർട്ടി ഇഫ് ഇറ്റ് ഈസ് ഫെയിൽഡ് ടു ഡു സോ ഇറ്റ് സെൽഫ്. അടുത്ത ചോദ്യമാണ്
വാട്ട് ഡു യു മീൻ ബൈ പ്ലഡ്ജ്? പ്ലഡ്ജ് എന്നതുകൊണ്ട് എന്തർത്ഥമാക്കുന്നു? എ പ്ലഡ്ജ് ഈസ് എ ബെയിൽമെൻറ്റ് ദാറ്റ് കൺവേസ് possessory title to property owned by a debtor to a creditor to secure repayment for some debt or obligation and to the mutual benefit of both parties. അടുത്ത ചോദ്യം, explain discharge of contract. Explain the discharge of contract means terminating the contractual obligation between the parties. രണ്ട് ആളുകൾ തമ്മിലുള്ള കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസിന് എന്ത് ചെയ്യുന്നു? ടെർമിനേഷൻ ചെയ്യുന്നതാണ് ഏത്? ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യമാണ്, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ബെയിൽമെൻറ്റ് ആൻഡ് പ്ലഡ്ജ്? ബെയിൽമെൻറ്റും പ്ലഡ്ജും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്പെഷ്യൽ പേർപ്പസിനാണ്. റിപ്പയർ, ലീസ്, സേഫ് കസ്റ്റഡി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. പ്ലഡ്ജ് എന്നാലോ, പ്ലഡ്ജ് ഈസ് പ്രൊവൈഡ് ആസ് സെക്യൂരിറ്റി ഫോർ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ഓർ ഫുൾഫിൽമെൻറ്റ് ഓഫ് ആൻ obligation. Then discuss various types of contract. ഏതെല്ലാം തരത്തിലുള്ള കോൺട്രാക്റ്റുകളാണ് ഉള്ളത് എന്ന് ചോദ്യം വന്നേക്കാം. ഒന്ന്, മോഡ് ഓഫ് ഫോർമേഷൻ. ഫോർമേഷൻ്റെ അടിസ്ഥാനത്തിൽ 4 തരംതിരിച്ചിട്ടുണ്ട്. എക്സ്പ്രസ് കോൺട്രാക്റ്റ്, എക്സ്പ്രസ്ഡ് ത്രൂ വേർഡ്സ്, റിട്ടൺ എക്സെട്ര, വാക്കാലെയോ എഴുത്ത് രൂപത്തിലോ ഒക്കെ എന്ത് ചെയ്യുക? എക്സ്പ്രസ് ചെയ്യുന്ന, പ്രകടിപ്പിക്കുന്ന കോൺട്രാക്റ്റാണ് എക്സ്പ്രസ് കോൺട്രാക്റ്റ്. ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് അടുത്തത്. ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഓർ അപ്ലൈഡ് കോൺട്രാക്റ്റ് എന്താണ്? ബൈ ആക്ട് ഓർ കണ്ടക്റ്റ്, ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട്. ക്വാസി കോൺട്രാക്റ്റ്, ക്രിയേറ്റഡ് ബൈ ലോ. ഈ കോൺട്രാക്റ്റ്, ദാറ്റ് മീൻസ് ഇലക്ട്രോണിക് കോൺട്രാക്റ്റ്. ദെൻ ഓൺ ദി ബേസ് ഓഫ് പെർഫോമൻസ് കോൺട്രാക്ട്സ് ക്ലാസിഫൈഡ്. പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കോൺട്രാക്റ്റ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്. എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് ഈസ് ഓൾസോ കോൾഡ് പാസ്റ്റ് കോൺട്രാക്റ്റ്, കഴിഞ്ഞു പോയ കോൺട്രാക്റ്റ്. എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്, നടന്നിട്ടില്ല. ഓൾ ദി പെർഫോമൻസ് റിഗാർഡിംഗ് ദി കോൺട്രാക്റ്റ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ്. ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള പെർഫോമൻസ്, കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള കോൺട്രാക്റ്റാണ് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്. അതുപോലെ യൂണിലാറ്ററൽ കോൺട്രാക്റ്റ്, വൺ പാർട്ടി ഇൻ ദി കോൺട്രാക്റ്റ് പെർഫോംഡ് ദി കോൺട്രാക്റ്റ്, അതർ ഈസ് റിമൈനിങ്. Bilateral contract, both the parties involved in the contract is outstanding their operations. Then on the basis of validity or enforceability, വാലിഡിറ്റിയുടെയും എൻഫോഴ്സിബിലിറ്റിയുടെയും അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നു. വാലിഡ് കോൺട്രാക്റ്റ്, വോയിഡ് കോൺട്രാക്റ്റ്, വോയിഡബിൾ കോൺട്രാക്റ്റ്, ഇല്ലീഗൽ അഗ്രിമെൻറ്റ്, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ്, സെർട്ടൈൻ കോൺട്രാക്റ്റ് ഇൻ റൈറ്റിംഗ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. The last one, what is contract of agency? Contract of agency is a special type of contract. Contract of agency എന്നുള്ളത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. അതിൽ പറയുന്നു, an agent is a person who employed to do any act for another or to represent another in dealing with a third person. So ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുവാനുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.